السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. പ്രിയപ്പെട്ട ഇഖ്വാനുകളെ, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായ ചില ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ക്ലാസുകൾ തുടങ്ങണം എന്ന് ആവശ്യപ്പെടുകയും മോദി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഫിഖ് ക്ലാസ് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഫിഖ് ക്ലാസിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ മഹത്വമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. സ്വലാത്തുൽ തസ്ബീഹ് എന്ന തസ്ബീഹ് നിസ്കാരം. ആ തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ചാണ് നാം ആദ്യമായി പറയാൻ പോകുന്നത്. വസ്വലാത്തു തസ്ബീഹി വഹിയ അർബഉ റകഅത്തിൻ ബിതസ്ലീമത്തിൻ ഔ തസ്ലീമത്തൈൻ. 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ച് സലാം വീട്ടുകയോ അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, ഇങ്ങനെ നിർവഹിക്കപ്പെടുന്ന ഒരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ് തസ്ബീഹ് നിസ്കാരം. 4 റക്അത്തിലൂടെയായി 300 തസ്ബീഹുകൾ ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ടുള്ള നിസ്കാരമായത് കൊണ്ടാണ് സ്വലാത്തുൽ തസ്ബീഹ് എന്ന് ഇതിന് പേര് പറയുന്നത്. ഈ നിസ്കാരത്തിന് തസ്ബീഹ് നിസ്കാരം എന്ന പേര് പറയുവാനുള്ള കാരണം തന്നെ ആദ്യമായി നാം മനസ്സിലാക്കണം. 4 റക്അത്തിലൂടെയായി 300 തസ്ബീഹ് ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ടുള്ള നിസ്കാരമായത് കൊണ്ടാണ് സ്വലാത്തുൽ തസ്ബീഹ് എന്ന് ഈ തസ്ബീഹ് നിസ്കാരത്തിന് പേര് പറയുന്നത്. പ്രത്യേക സമയം കൊണ്ടോ കാരണം കൊണ്ടോ ബന്ധിക്കപ്പെടാത്തതുമാണ് തസ്ബീഹ് നിസ്കാരം. നമ്മിൽ പല ആളുകളും മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ റമളാനിൽ 27 രാവിൽ മാത്രം ചെയ്യേണ്ടതല്ല ഇത്. 27 രാവിൽ മാത്രമല്ല ഇത് ചെയ്യേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ നിനക്കൊരു കാര്യം ദാനമായി നൽകട്ടെയോ? നീ അത് ചെയ്താൽ നിന്റെ ആദ്യത്തേതും അവസാനത്തേതും പുതിയതും പഴയതുമായ അറിയാതെ ചെയ്തതും കരുതിക്കൂട്ടി ചെയ്തതുമായ രഹസ്യമായും പരസ്യമായും സംഭവിച്ച എല്ലാ ദോഷങ്ങളും അതുകൊണ്ട് പൊറുക്കപ്പെടും. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുത്തു, 4 റക്അത്ത് നീ നിസ്കരിക്കുക. പിന്നീട് നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം തന്നെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്രകാരം ദിവസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ, അതുമല്ലെങ്കിൽ വയസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക. ബഹുഫുഖഹാക്കൾ പറയുന്നു 2 രൂപത്തിൽ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാം. തസ്ബീഹ് നിസ്കാരത്തിന് 2 രൂപമുണ്ട്. ആ 2 രൂപത്തിലെ ഒരു രൂപം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കാരണം എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് തസ്ബീഹ് ആവും. അപ്പോൾ ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കിയില്ലേ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതായ വളരെ മഹാത്മ്യമുള്ള ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ കൂടുതൽ വിഷയങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. ഇന്ന് ഒരു രൂപമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ശരിക്കും മനസ്സിലാക്കണം. തസ്ബീഹ് നിസ്കാരത്തിന്റെ ഒരു രൂപം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മഹാത്മ്യത്തോടുകൂടി പഠിപ്പിച്ചു കൊടുത്തതായ ഈ തസ്ബീഹ് നിസ്കാരം മഹാന്മാരായ സഹാബത്തും മഹാന്മാരായ ഔലിയാക്കളും ഒക്കെ അത് നിർവഹിച്ചു പോരുന്നു.
അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് 300 തസ്ബീഹുകളാണ് ഇത് നിർവഹിക്കുക എന്ന് പറയുമ്പോൾ വയഖൂലു ഫീ കുല്ലി റകഅത്തിൻ മിൻഹാ 75 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് 15 ബഅദൽ ഖിറാഅത്തി, ഖിറാഅത്തിന് ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയണം. അതേപോലെ തന്നെ ഫീ കുല്ലി മിനർ റുകൂഇ വൽ ഇഅ്തിദാലി വസ്സുജൂദൈനി വൽ ജുലൂസി ബൈനഹുമാ ബഅദ ദിക്രിൽ വാരിദി ഫീഹാ വജലസ്തുൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും അതേപോലെ തന്നെ റുകൂഇല് ഇഅ്തിദാലില് 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തില്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് രണ്ടാമത്തെ റകഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇരിക്കുന്ന ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, ആ ഇരുത്തത്തിലും 10. അങ്ങനെ ഒരു റകഅത്തിൽ 75 പ്രാവശ്യം യഖൂലു ഫീ കുല്ലി റകഅത്തിൻ മിൻഹാ 75, ഒരു റകഅത്തിൽ 75 പ്രാവശ്യം ഈ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് നാം ചൊല്ലണം. അതെങ്ങനെ അത് ചെല്ലേണ്ടത് എപ്പോഴാണ്? ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞ മഹാന്മാര് പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥങ്ങളിൽ ഫത്ഹുൽ മുഈനിൽ ഒക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എപ്പോഴാണ് ഈ തസ്ബീഹ് ചെല്ലേണ്ടത്? ബഅദ ദിക്രിൽ വാരിദി ഫീഹാ, അതായത് ഓരോ റുകൂഇലെ ഇഅ്തിദാലിലൊക്കെ വാരിദായി വന്ന ചെല്ലൽ വാരിദായ ആ ദിക്റിന് ശേഷമാണ് തസ്ബീഹ് നിർവഹിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ റകഅത്തിൽ 75 തസ്ബീഹ് ചെല്ലണം. അത് തന്നെ എപ്പോഴൊക്കെയാണ് ചെല്ലേണ്ടത്? അതായത് ബഅദൽ ഖിറാഅത്തി 15 ബഅദൽ ഖിറാഅത്തി, ഖിറാഅത്തിന് ശേഷം 15. വഅശ്റു ഫീ കുല്ലി മിനർ റുകൂഇ, റുകൂഇൻ 10, വൽ ഇഅ്തിദാലി, ഇഅ്തിദാലിൽ 10, വസ്സുജൂദൈനി, 2 സുജൂദിൽ 10 വീതം, വൽ ജുലൂസി ബൈനഹുമാ, 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ 10, ബഅദ ദിക്രിൽ വാരിദി ഫീഹാ വജലസ്തുൽ ഇസ്തിറാഹ. അതേപോലെ തന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നാം രണ്ടാമത്തെ റകഅത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറയും, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒന്ന് ഇരുന്ന് ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10. അങ്ങനെ ഒരു റകഅത്തിൽ 75 പ്രാവശ്യം. മനസ്സിലാക്കേണ്ടത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് പിന്നെ നാം എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? പിന്നെ തക്ബീർ ചൊല്ലേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് തക്ബീർ ചൊല്ലി, അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ റകഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകമായി. സുജൂദിൽ നിന്ന് എഴുന്നേറ്റുള്ള ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ അതിലേക്ക് വരുമ്പോൾ മാത്രമേ തക്ബീർ ചൊല്ലേണ്ടതുള്ളൂ. തസ്ബീഹ് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്ത റകഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ തക്ബീർ വേണ്ട എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ തന്നെ രണ്ടാം റകഅത്തിൽ അത്തഹിയ്യാത്തിന് മുമ്പ് 10 പ്രാവശ്യം ചൊല്ലുക. അവിടെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തമല്ലല്ലോ, അവിടെ അത്തഹിയ്യാത്തല്ലേ ഉള്ളത്. രണ്ടാം റകഅത്തിൽ അത്തഹിയ്യാത്തിന് മുമ്പ് 10 പ്രാവശ്യം ചൊല്ലുക. അതാ പറഞ്ഞത്. ഈ അത്തഹിയ്യാത്തിൽ നാം പറഞ്ഞപ്പോൾ രണ്ടാം റകഅത്തിൽ അത്തഹിയ്യാത്തിന് മുമ്പ് 10 പ്രാവശ്യം ചൊല്ലുക. ഫാത്തിഹയ്ക്ക് മുമ്പ് 15 പ്രാവശ്യവും ശേഷം 10 പ്രാവശ്യവും ചെയ്യുന്ന വേറൊരു രൂപമുണ്ട്. ആ രണ്ടാമത്തെ രൂപം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ മഹത്വവും അത് ജമാഅത്ത് സുന്നത്തുണ്ടോ, ജമാഅത്ത് സുന്നത്തില്ലേ, ഇനി ജമാഅത്ത് സുഖായി നിസ്കരിച്ചാൽ നിസ്കാരം നിർവഹിക്കപ്പെടുമോ, അത് നിസ്കാരം ശരിയാകുമോ, അതിന്റെ കർമ്മശാസ്ത്ര വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹസ്സിലാക്കി തരുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.